അതിർത്തിയോട് ചേർന്ന് തമിഴ്നാടിന്റെ ഭാഗമായി വരുന്ന മാപ്പിളകൗണ്ടന്നൂർ മുതൽ നടുപ്പണി കൊഴിഞ്ഞാമ്പാറ വരെയും താവളം എല്ലപ്പട്ടാങ്കോവിൽ എന്നീ കള്ളക്കടത്ത് മാർഗങ്ങളിലും രാത്രി മുഴുവൻ മാഫിയ സംഘങ്ങളുടെ സാന്നിധ്യമുണ്ട്. കണ്ടുപരിചിതമല്ലാത്ത ആളുകളോ വാഹനങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ബൈക്കിലോ കാറിലോ പിന്തുടരും. ദൃശ്യങ്ങൾ പകർത്താൻ ഞങ്ങൾ നടത്തിയ യാത്രയിലുടനീളം നിരവധി വാഹനങ്ങളാണ് ഞങ്ങളെ പിന്തുടർന്നത്. കൊഴിഞ്ഞാമ്പാറ അത്തിക്കോടിന് സമീപം മിനി ലോറികളെ പിന്തുടരവേ മുൻപേ പോയ വാഹനം തിരികെ വന്ന് ഞങ്ങളുടെ കാറിലിടിച്ചു. മണ്ണാർക്കാട് നാട്ടുകൽ തൊട്ടിപ്പറമ്പിൽ DP ഉമ്മറിന്റെ ഉടമസ്ഥതയിലുള്ള KL 50 5791 നമ്പറിലുള്ള മിനി ലോറി ഉപയോഗിച്ചായിരുന്നു വധശ്രമം. ഡ്രൈവർ വാഹനം വേഗത്തിൽ ഒഴിച്ചുമാറ്റിയതിനാൽ ആർക്കും പരിക്കേറ്റില്ല. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ഹെഡ്ലൈറ്റ്, ബമ്പർ എന്നിവ പൊട്ടുകയും റേഡിയേറ്റർ തകരാറിലാകുകയും ചെയ്തു. മറ്റൊരു ദിവസം നടുപ്പണിക്ക് സമീപം ലോറിയെ പിന്തുടർന്ന ദൃശ്യങ്ങൾ പകർത്തവേ യാത്ര തടഞ്ഞ് എതിർദിശയിൽ കാർ വന്നു നിന്നു. KL 54C 1500 എന്ന നമ്പറിലുള്ള കാറിന്റെ ഉടമ കൊഴിഞ്ഞാമ്പാറ ആലമ്പാടി വലിയ വള്ളംപതി സ്വദേശി S അബ്ദുൽ സാലിമാണ്. വാഹനത്തിൽ നിന്നിറങ്ങിയവർ ഞങ്ങളുടെ അടുത്ത് ഭീഷണി ഉയർത്തി. 10 മിനിറ്റ് നീണ്ട തർക്കത്തിനൊടുവിലാണ് അവർ പിന്മാറിയത്. തുടർന്ന് മുന്നോട്ട് നീങ്ങിയ ഞങ്ങളുടെ വാഹനത്തെ പാലക്കാട് നഗരത്തിലെത്തും വരെ ബൈക്കുകളിലും കാറുകളിലുമായി പലരും പിന്തുടരുന്നുണ്ടായിരുന്നു. കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മാഫിയ സർവ്വസ്വതന്ത്രരായി വിഹരിക്കുന്നത്. പ്രദേശവാസികളിൽ ചിലരുടെയും തടയാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അറിവോടെയാണിതെന്നത് പരസ്യമായ രഹസ്യമാണ്. ക്യാമറാമാൻ മനോജ് പുതുപ്പടിക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.